in the last video we have obtained the solution for an underdamped system. എന്തായിരുന്നു underdamped system എന്ന് പറയുന്നത്? നമ്മുടെ discriminant is negative എന്നുള്ള ഒരു സിസ്റ്റം ആയിരുന്നു underdamped system എന്ന് പറയുന്നത്. So this was the final solution we had got, but here we have to calculate the values of a and b എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് സൊല്യൂഷൻ നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. So for that we have to apply the boundary conditions. ഇവിടെ നമ്മൾ സെയിം നമ്മുടെ ഫസ്റ്റ് കേസിൽ നമ്മൾ യൂസ് ചെയ്ത സെയിം ബൗണ്ടറി കണ്ടീഷൻ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് കേസ് എന്തായിരുന്നു? അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ ആയിരുന്നു. അവിടെയും നമ്മൾ സെയിം ബൗണ്ടറി കണ്ടീഷൻ ആണ് അപ്ലൈ ചെയ്തത്. At t is equal to 0, x of t is equal to x of 0 is the initial displacement of the system. Similarly, at t is equal to 0, x dot of t is equal to x dot of 0 and that is the initial velocity of the system. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ x of t ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ഈ രണ്ട് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ a and b ൻ്റെ വാല്യൂസ് കിട്ടും. അപ്പോൾ മാത്രമാണ് ഈ സൊല്യൂഷൻ കംപ്ലീറ്റ് ആവുന്നത്. കഴിഞ്ഞ വീഡിയോ ഒരുപാട് ലെങ്തി ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സൊല്യൂഷനിൽ സ്റ്റോപ്പ് ചെയ്തത്. സോ ഹിയർ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ബൈ അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ്. ഓക്കെ, സോ ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് എക്സ് ഓഫ് 0 കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സോ എക്സ് ഓഫ് 0 ഇവിടെ നമ്മുടെ എക്സ് ഓഫ് ടി ഇവിടെ ഉണ്ട്. സോ ഇൻ ദാറ്റ് യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ടി ആസ് 0, e power minus omega xi into 0, a cos omega d into 0 plus b sin omega d into 0. അതായത് ഇവിടെ cos 0 വരും, ഇവിടെ sin 0 വരും. അപ്പം cos 0 ൻ്റെ വാല്യൂ 1 ആണ്, sin 0 ൻ്റെ വാല്യൂ 0 ആണ്. ആൻഡ് e power 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ x of 0 എന്ന് പറയുന്നത് finally we are getting as a is equal to x of 0 as e power 0 is 1, cos 0 is 1 and sin 0 is 0. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കിട്ടും a is equal to x of 0 അല്ലെങ്കിൽ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ ആണ്. നമ്മുടെ നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഇസ് എക്സ് ഡോട്ട് ഓഫ് ടിയിൽ നമ്മൾ ടി ഈസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് കണ്ടീഷൻ. സോ എക്സ് ഡോട്ട് ഓഫ് ടി അത് നമുക്ക് വേണം. എക്സ് ഓഫ് ടി ഇതാണ്. അപ്പോൾ എക്സ് ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പോൾ ഇവിടെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെറിവേറ്റീവ് ഓഫ് two functions എന്ന് പറയുമ്പോൾ first into derivative of the second plus second into derivative of the first, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. so same thing you can apply here. e power minus omega xi t into derivative of this term plus this term into derivative of e power minus omega xi t. അതാണ് നമുക്ക് കിട്ടുക ആസ് എക്സ് ഡോട്ട് ഓഫ് ടി. ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടുന്ന എക്സ് ഡോട്ട് ഓഫ് ഇത് നമ്മൾ ഒരുപാട് സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബിക്കോസ് വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ടി ആസ് 0. ജസ്റ്റ് ആ ഫങ്ഷൻസ് മാത്രം കാണിച്ചതിന് ശേഷം ടി ഈസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് വാട്ട് വി ആർ ഗെറ്റിംഗ് ആൻഡ് ഫ്രം വിച്ച് വി ഗെറ്റ് b is equal to, നിങ്ങൾ ചെയ്ത് നോക്കി മനസ്സിലാക്കുക. because all the derivations are important in dynamics and here b is equal to x dot of 0 plus xi into omega into x of 0 divided by omega d. omega d എന്ന് പറയുന്ന ടേം എന്താണെന്ന് ഓർമ്മിക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിറൈവ് ചെയ്ത ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ ടേം ആയിരുന്നു ഡാമ്പിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട്. So we got the values of a and b here and final solution നമുക്ക് എഴുതാലോ. നമ്മുടെ ഫൈനൽ സൊല്യൂഷനിൽ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. e power xi omega t into a cos omega dt plus b sin omega dt ആയിരുന്നു. അവിടെ നമ്മൾ എന് പകരം
എക്സ് ഓഫ് സീറോ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന വാല്യൂ, പിന്നെ അതുപോലെ ബിന് പകരം എക്സ് ഡോട്ട് ഓഫ് സീറോ പ്ലസ് എക്സ് ഓഫ് സീറോ സൈ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ ഡി എന്ന് പറയുന്ന വാല്യൂ, ബിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച ബിൻ്റെ വാല്യൂയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. And also I think in the last video I have mentioned about this equation in terms of amplitude. ഇവിടെ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു, ഇത് സെയിം ഇക്വേഷനെ നമ്മൾ വേറൊരു ടേംസിലേക്ക് മാറ്റുന്നതാണ്. അത് ചെറിയൊരു ഡെറിവേഷനാണ്, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇത് ഓർത്ത് വെക്കുക. ഇൻ ടേംസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ഇ പവർ മൈനസ് സൈ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി പ്ലസ് ഫൈ, വേർ rho is the amplitude and phi is the phase angle. ഇനി rho എന്താണ്, phi എന്താണ്, അത് നമുക്ക് നോക്കാം. So here rho is equal to, അതായത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് is equal to root of a square plus b square. a എന്താണ്, b എന്താണ് നമുക്കറിയാം. സോ റൂട്ട് ഓഫ് a square plus b square ആണ് നമ്മുടെ rho എന്ന് പറയുന്നത്. ഇനി ഫൈൻ്റെ വാല്യൂ നമ്മുടെ ഇക്വേഷൻ ഇതാണെങ്കിൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ഇ പവർ മൈനസ് ഐ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി പ്ലസ് ഫൈ. ഇതല്ലാണ്ട് നമുക്ക് വേറൊരു രീതിയിലും കോസ് ഒമേഗ ഡി ടി മൈനസ് ഫൈ എന്നുള്ള രീതിയിലും എഴുതാം. പക്ഷേ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ദ വാല്യൂ ഓഫ് ഫൈ ഇസ് ടാൻ ഇൻവേഴ്സ് എ ബൈ ബി. കോസിൻ്റെ ടേംസിലാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ആവും. പക്ഷേ ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക, സൈൻ ഒമേഗ ഡി ടി പ്ലസ് ഫൈ എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ മാറ്റുന്നതെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ ബൈ ബി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. So this is about the final solution for an undamped system.